വെൽക്കം ടു സോഷ്യോപ്രീനിയർ. ഹെൽത്തി, വെൽത്തി, ഹാപ്പി ആൻഡ് പീസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ കമ്മ്യൂണിറ്റി. എന്താണ് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്? എ ജേർണി ടു ഹെൽത്തിയർ, ഹാപ്പിയർ ആൻഡ് മോർ പീസ്ഫുൾ ലൈഫ്. അവർ മിഷൻ ആൻഡ് വിഷൻ: ക്രിയേറ്റ് എ ഹെൽത്തി, wealthy, happy and peaceful community. Our core area is physical, mental, social, spiritual and financial well-being of a person. എന്താണ് സക്സസ്? സക്സസ് എന്ന് പറയുന്നത് പലർക്കും വ്യത്യസ്തമാണ്. ചില ആളുകളെ സംബന്ധിച്ച് കുറേ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സക്സസ് എന്ന് പറയും. ചില ആളുകൾക്ക് പ്രശസ്തിയായിരിക്കും സക്സസ്. എ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് തിങ്സ്, ദാറ്റ് ഈസ് സക്സസ് എന്നു ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യർ എന്താണ് ആഗ്രഹിക്കുന്നത്? സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. അതാണ് യഥാർത്ഥ സക്സസ് എന്ന് പറയുന്നത്. സന്തോഷം ലഭിക്കാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതുപോലെ എങ്ങനെയാണ് നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക? ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനവും സ്ഥിരമായി ഉണ്ടായിരിക്കും എന്നുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ തോന്നലാണ് അദ്ദേഹത്തിനെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നത്. എന്താണ് വെൽത്ത്? എന്താണ് ഹെൽത്ത്? ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി, സ്പിരിച്വലി ആൻഡ് ഫിനാൻഷ്യൽ വെൽബീങ് ആണ് ഹെൽത്തും വെൽത്തും. രണ്ടിൻ്റെയും ഡെഫിനേഷൻ ഒന്ന് തന്നെയാണ്. ഇനി എന്താണ് ഫിസിക്കൽ ഹെൽത്ത്? പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക, പ്രോപ്പറായിട്ട് എക്സർസൈസ് ചെയ്യാൻ സാധിക്കുക, അതും റെഗുലറായിട്ട് ചെയ്യുക, പ്രോപ്പറായിട്ടൊന്ന് ഉറങ്ങാനും ഒന്ന് റിലാക്സ് ചെയ്യാനും സാധിക്കുക, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾക്കൊരു ഫിസിക്കൽ ഹെൽത്തിന് ആവശ്യമായ ഘടകങ്ങൾ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാൽ പ്രാക്ടീസ് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഇതെല്ലാം നമ്മുടെ പ്രാക്ടീസിൽ കൂടി നേടിയെടുക്കാവുന്നതാണ്. തിയറി എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് സോഷ്യൽ ഹെൽത്ത്? ലേൺ അബൌട്ട് അവർ സെൽഫ്, ലേൺ അബൌട്ട് പീപ്പിൾ, അബൌട്ട് അവർ ക്യാരക്ടർ, ട്രെയ്റ്റ്സ്, നേച്ചർ. ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുമ്പോൾ, അതായത് നമ്മളെക്കുറിച്ച്, നമ്മളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു റിലേഷൻ ബെറ്റർ ആക്കാൻ സാധിക്കും. മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് 4 ട്രെയ്റ്റ്സ് ആയിട്ടാണെന്ന് പറയും. പോപ്പുലർ സാങ്ക്വിൻ, പവർഫുൾ കോളറിക്, പെർഫെക്റ്റ് മെലങ്കളി ആൻഡ് പീസ്ഫുൾ പ്ലമാറ്റിക്. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതും ഇതിന്റെ കോമ്പിനേഷനിലുമാണ് ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ലോകത്തിൽ ആളുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളും വ്യത്യസ്തരാണ്. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ സാധിക്കും. ഇനി സ്പിരിച്വൽ ഹെൽത്ത്. എന്താണ് സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ടതാണ്. പ്രപഞ്ചത്തിലെ പവർ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിയുക, പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന എല്ലാത്തിനെയും സ്വീകരിക്കാൻ തയ്യാറാവുകയും നമ്മൾക്ക് ലഭിച്ച എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വറി ചെയ്യാറുള്ളത്. പ്രകൃതി അതിൻ്റെ രീതിയിൽ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. ഇതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ദിസ് പ്ലാറ്റ്ഫോം ഈസ് ഡിസൈൻഡ് ടു ബ്രിങ് ടുഗദർ ലൈക്ക് മൈൻഡഡ് ഇൻഡിവിജ്വൽസ് ടു ലേൺ, പ്രാക്ടീസ് ആൻഡ് ഷെയർ നോളജ്, ഫോസ്റ്ററിംഗ് സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റി ദാറ്റ് ത്രൈവ്സ് ഓൺ കളക്റ്റീവ് ഗ്രോത്ത് ആൻഡ് കോൺട്രിബ്യൂഷൻ. ഇത് തിയറി പഠിപ്പിക്കുന്ന ഒരു സംവിധാനമല്ല. പരസ്പരം സഹായിച്ചുകൊണ്ട്, പരസ്പരം അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും പീസ് ഓഫ് മൈൻഡും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യോപ്രീനിയർ. വൈ, വാട്ട് ആൻഡ് ഹൗ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്തിനു വേണ്ടി ചെയ്യുന്നു, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. അതിനുശേഷം ഹൗ എന്നുള്ളത് ഫോളോ ചെയ്യും എന്നാണ് പറയുന്നത്. സ്വയം ചിന്തിക്കാനും സ്വയം ഡിസിഷൻ എടുക്കാനും പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് സോഷ്യോപ്രീനിയർ. സോ അഗൈൻ നിങ്ങളേവരെയും ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു.